തളിപ്പറമ്പ് ചിറവക്കിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നഗരസഭ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമായില്ല. ജൂൺ ആദ്യവാരം പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ചിറവക്കിൽ സിഗ്നൽ ലൈറ്റിന്റെ പ്രായോഗികത പരിശോധിക്കാതെ സ്ഥാപിച്ചതാണ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ വൈകുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. ദേശീയപാതയുടെയും സംസ്ഥാനപാതയുടെയും സംഗമസ്ഥാനമായ ചിറവക്ക് കവലയിൽ ട്രാഫിക് സിഗ്നൽ സജ്ജമായിട്ട് മാസം 1 കഴിഞ്ഞു. തളിപ്പറമ്പ് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സിഗ്നൽ സ്ഥാപിച്ചത്. കെൽട്രോണാണ് പ്രവൃത്തി നടത്തിയത്. 17 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. തളിപ്പറമ്പ് പയ്യന്നൂർ ദേശീയപാതയോടൊപ്പം ശ്രീകണ്ഠാപുരത്തേക്കുള്ള സംസ്ഥാനപാത കൂടി ചേരുന്ന ഈ പ്രധാന കവലയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ചിറവക്കിൽ ഗതാഗത നിയന്ത്രണത്തിന് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് സിഗ്നൽ നിർമ്മിച്ചത്. എന്നാൽ സിഗ്നൽ ലൈറ്റ് പ്രായോഗികമാണോ എന്ന് പരിശോധിക്കാതെ നടന്ന നിർമ്മാണമായതിനാൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് 1 മാസം കഴിഞ്ഞിട്ടും ലൈറ്റ് പ്രവർത്തിച്ചിട്ടില്ല. പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ ഉള്ള വലിയ വളവിലും കയറ്റത്തിലും ഭാരവാഹനങ്ങളും ബസ്സുകളും സ്റ്റോപ്പ് സിഗ്നൽ തെളിഞ്ഞാൽ നിർത്തിയിടുകയും ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ കയറ്റത്തിൽ നിന്ന് അനായാസം മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നതും അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും ഇടയാക്കും. ചിറവക്കിൽ ലൈറ്റ് സ്ഥാപിക്കാനായി കേബിളിന് വേണ്ടി എടുത്ത കുഴിയും അപകടക്കെണിയൊരുക്കുകയാണ്. ഹക്കിപ്പറമ്പ് സ്കൂളിന് സമീപം ദേശീയപാതയിൽ ബസ് ബേ നിർമ്മിച്ചാൽ ചിറവക്കിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നിരിക്കെ എടുത്തുചാടി സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് പ്രതിഷേധത്തിനിടയാക്കുകയാണ്. അതോടൊപ്പം മന്നയിലെ സിഗ്നൽ ലൈറ്റ് തകരാർ പരിഹരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ചിറവക്കിൽ സിഗ്നൽ ലൈറ്റ് പ്രായോഗികമാവില്ലെങ്കിൽ മന്നയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയോ നിലവിൽ മന്നയിലുള്ള തകരാറിലായ ലൈറ്റുകൾ മാറ്റുകയോ ചെയ്യുന്നതിന് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. തളിപ്പറമ്പ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ 2 കവലകളാണ്, ഒന്ന് മന്നക്കും ഒന്ന് ചിറവക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഗതാഗത സ്തംഭനം ഒഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച ട്രാഫിക് സിഗ്നലുകൾ ഇന്ന് ആലക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ശ്രീകണ്ഠാപുരം വരുന്ന വാഹനങ്ങൾക്കും ലൈറ്റുകൾ തെളിയാതിൻ്റെ ഭാഗമായി അവർ നേരെ ദിശയിലേക്ക് കടക്കുകയാണ്. വൻ അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിക്കാൻ ഇടയാക്കുന്ന രീതിയിലാണ് അവിടുത്തെ ലൈറ്റുകൾ ഒരു ഭാഗത്തും കത്തുന്നില്ല. കത്തുന്നത് തന്നെ ഒരു നേർദിശയിലല്ലാതെ ചെരിഞ്ഞ ഭാഗത്ത് നിന്നുകൊണ്ട് ആണ് കത്തുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി വാഹനങ്ങൾ സിഗ്നൽ കാണാതെ അതിൻ്റെ മെയിൻ റോഡിലേക്ക് കടക്കുകയാണ്. ഈ അപകടങ്ങൾ അടിയന്തരമായി ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ചെറുവക്കിലെ പുതിയ ഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായി ട്രാഫിക് ലൈറ്റുകൾ നിർമ്മിച്ചു. അത് 1 മാസമായി അത് തുറന്നു കൊടുക്കാത്തത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.